ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി പോവുകയാണ്. ഇന്ന് മെഡിക്കലാണ്. എൻ്റെ ചോര കുത്തിയെടുക്കണം, ഇവിടെ കുത്തി വെക്കണം, 2 വാക്സിൻ എടുക്കാണ്ട്, ചോര എടുക്കാണ്ട്, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. വീഡിയോയിൽ കാണുമ്പോൾ എപ്പോഴെപ്പോഴും ഞാൻ ഒരേ കുപ്പായിടുന്ന പോലെ തോന്നും, പക്ഷേ ഇത് വേറെ ഓറഞ്ച് ആട്ടോ. കഴിഞ്ഞ വീഡിയോയിലിട്ട് ഞാൻ വേറെ ഓറഞ്ചാണ്. ഞാൻ അധികം കുപ്പായങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ആകെ 2 ടീഷർട്ടും ഒരു പാൻറ്റും ഒരു മിഡിയും ടോപ്പും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇടാൻ പറ്റില്ല, കാരണം ഇത് കൈ പൊക്കി ഇവിടെ വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ടീഷർട്ട് കാറിലൊക്കെ ഇട്ടാട്ടോ പോണത്. അപ്പോൾ നെറ്റിപ്പോൾ നോക്കുക ഗൈസ്, 2 കുരു എക്സ്ട്രാ വേറെ കുരുക്കളൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവുള്ള. ഇത്ര വലിയ കുരു കുറേ കാലമായിട്ട് എനിക്ക് വന്നിട്ടില്ല നെറ്റിമേ. ഇവിടേക്ക് ഇങ്ങനെ വരാറുണ്ട്, പക്ഷെ ഇതെന്തുകൊണ്ടാണ് ഇത്ര കുരു വരുന്നത് എനിക്ക് മനസ്സിലാവുള്ള. ഇനി സ്ട്രെസ് അടിച്ചിട്ട് പ്രഷറായിട്ടാണോ എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഹായ് ഗൈസ്. ഇവളൊക്കെ കൈ സിസ്റ്റർ ഇങ്ങനെ പൊക്കി കൊടുക്കേണ്ട ആവശ്യം കൂടില്ല, എന്നാൽ കുത്തിക്കാറിന് കൊടുക്കും, അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മെഡിക്കലിന് പോട്ടെ. നേരം നല്ലോണം വൈകിക്കണ്. മെട്രോ കിട്ടും, പക്ഷേ ആലുവയ്ക്കുള്ള ബസ് ഉണ്ട് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന്, അത് കിട്ടുമോ അറിയില്ല. ഞങ്ങളെന്തായാലും ഓടി പിടിക്കട്ടെ ഗൈസ്. അപ്പം നമുക്ക് അവിടെ നിന്ന് കാണാം. ഗൈസ്, പുറത്ത് നല്ല വെയിലുണ്ട്. എൻ്റെ ബാഗിൽ കുടയുണ്ട്, പക്ഷെ ഞാൻ പുറത്തിറക്കില്ല. ഇതിനുള്ളിൽ കുട ഉണ്ട്, പക്ഷെ ഞാൻ പുറത്തിറക്കില്ല. ഇവരൊന്ന് കുട എടുക്കാതിട്ടാ പുറത്തിറക്കാത്ത വിചാരിക്കുക. ഞാൻ കുട കൊടുത്തിട്ട് ഞാൻ പുറത്തിറക്കണില്ല. എൻ്റെ ഒരു മഹിമ ആലോചിച്ചൊക്കെ നിങ്ങൾ. അതെന്താ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വെയിലാണെന്നുണ്ടെങ്കിൽ അപ്പം കുടന്ന് നിർത്താം. ഇപ്പം നിവർത്തിയിട്ട് പിന്നെ അവിടെ പോയി ചുരുക്കണ്ടേ, ഇത് വെയ്യ പണിയെടുക്കാൻ. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്, കാരണം രാവിലെ ഇറങ്ങിയിരിക്കണ്. ഞങ്ങൾ എപ്പോഴും കഴിക്കണ ഹോട്ടലത്തെ പുട്ടും മുട്ടക്കറി നല്ല രസമാട്ടോ. പുട്ട് ഭയങ്കര സോഫ്റ്റ് പുട്ടാട്ടോ. എനിക്ക് മുട്ടക്കറി ഭയങ്കര കോമ്പിനേഷൻ ആയ കാരണം കൊണ്ട് എപ്പോഴും അവിടെ പോയാൽ പുട്ടും മുട്ടക്കറി കഴിക്കാം. പിന്നെ ഞങ്ങൾ 3 ആൾക്കാരും കൂടി ആദ്യം ഓട്ടോ എടുത്തിട്ടാണ് എയർപോർട്ടിൽ പോകണം കേട്ടോ. കാരണം നടക്കാൻ വയ്യ, കാരണം നല്ല വെയിലും കാരണമൊക്കെ ഉണ്ടായിരുന്നു, ക്ഷീണിക്കുമല്ലോ. ഞെട്ടിപ്പോയി, അവൾ പകച്ചു പോയി. എൻ്റെ ബാല്യം പറഞ്ഞ പോലെ 320 രൂപയും കൊടുത്ത് ഞങ്ങൾ പോവുകയാണ് മെട്രോയിലോട്ട്, ആലുവ മെട്രോ. പിന്നെ അവിടുന്ന് മെട്രോയിൽ വേറെ പോകണം, പിന്നെ അവിടുന്ന് വണ്ടിക്ക് വേറെ പോകണം. ഇതെല്ലാം പണികളൊരു മെഡിക്കൽ എടുക്കാൻ വേണ്ടി കുത്തി വെക്കണം. വെക്കാം നമുക്ക്. ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകണം കേട്ടോ. അവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, പിന്നെ എയർപോർട്ടും ഡയറക്റ്റ് ബസ് ഉണ്ടായ കാരണം കൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ പോകാൻ. ഗൈസ്, ഞങ്ങൾ മെട്രോയിലെത്തി ഗൈസ്. വ്ലോഗ് എടുത്തോണ്ടിരിക്കല്ലേ, എല്ലാവരും ഞങ്ങൾക്ക് ചിരിക്കും, പക്ഷെ എനിക്ക് മടിയാവാണ്. ഞങ്ങൾ മെട്രോയിലെത്തി. ഇനി മറ്റേ ഇതൊന്നുമില്ല, ഫ്ലൈറ്റൊന്നുമില്ല, ഫുൾ മെട്രോയുമായ കളികളാണ്. ഫ്ലൈറ്റ് കണ്ടൊന്നും മടുത്തു. അപ്പോൾ ഞങ്ങളിനി നേരെ മെട്രോ ഗൈസ്, മെട്രോ. ഞങ്ങൾ മേലെ എത്തിയത് ഞങ്ങൾ മെട്രോ വരുന്ന ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ സീറ്റുകളുണ്ടായിരുന്നു, കാരണം സ്റ്റാർട്ടിങ് അവിടെ തന്നെയായിരുന്നു, ആലുവേന്നായിരുന്നു സ്റ്റാർട്ടിങ്. അങ്ങനെ തന്നെയാണ് എൻ്റെ കറക്റ്റ് ഓർമ്മ കേട്ടോ. എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല, ഇപ്പോൾ ഞാൻ മറന്നു വയ്ക്കണ്. അങ്ങനെ കയറിയ പാടെ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയ കാരണം കൂടെ നല്ല സുഖമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഞങ്ങൾ നേരെ എടപ്പള്ളിയാണ് ഇറങ്ങിയത്. അവിടെ ചെന്ന് ഇറങ്ങി ഫോൺ കിട്ടിയപ്പോൾ 2 ആൾക്കാർ എൻ്റെ ഫോണിലായിട്ടോ വ്ലോഗ് എടുക്കൽ. ഇത് ഞാൻ ഫോണൊന്ന് പിടിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ വ്ലോഗ് എടുക്കൽ തുടങ്ങി. അങ്ങനെ പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഊബർ വിളിച്ചിട്ടാണ് ഞങ്ങൾക്കൊരു ക്ലിനിക്കാണ് പറഞ്ഞത്, അവിടെ എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് ഊബറാണ് വിളിച്ചത്. ഞങ്ങൾ മൊത്തം 4 ആൾക്കാരായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഗൈസ്, സൂചി കുത്താനാന്ന് പറഞ്ഞ് കെട്ടിപ്പറിച്ച് വന്നിക്കണ എല്ലാ ആൾക്കാരും കണ്ടു. പേടിയാവണം എനിക്ക്, എന്താവും അറിയില്ല. ഗൈസ്, ഞങ്ങൾ വിചാരിച്ചത് ആകെ 2 വാക്സിനും കുത്താണ്ടാവും, പിന്നെ ബ്ലഡ് എടുക്കാണ്ടാവും. അല്ല, ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, എക്സ്റേ ഉണ്ട്, യൂറിനുണ്ട്, മോശനുണ്ട് എന്നൊക്കെ ഞങ്ങൾ ആലോചിക്കാം. അതല്ല, ഇതിന് വാക്സിൻ പനി ഇല്ലെങ്കിൽ കുത്താം. ഇനി വാക്സിൻ കുത്തിയാലും പനി വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, വെയിറ്റ് അയക്കണ്, അറിയില്ല എന്തൊക്കെ പാടെ കാട്ടണം. മോശനൊക്കെ വന്നൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റണ്ട. ഗൈസ്, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്തെങ്കിലുമൊക്കെ കാട്ടി പോരണം. പിന്നെ സൂചി കുത്തുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നും ഇന്നും സൂചി കുത്തൽ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാട്ടോ. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ സൂചി കുത്തുന്ന സമയത്ത് ഞാൻ തലറങ്ങി വീഴുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊന്ന് നോക്കുകൊണ്ട് കിട്ടും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് സിസ്റ്ററും എല്ലാവരും കൂടി ചിരിക്കണത്. കാരണം സൂചി കുത്തുകയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നോക്കായിരുന്ന ആവശ്യം ഞാൻ അറിയാതെ നോക്കിപ്പോവും. എന്നിട്ട് നോക്കിയാലാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ തലറങ്ങും. ഒരു ദിവസം തലറങ്ങി വീണിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം സൂചി കുത്തിയപ്പോൾ വലിയ വേദന ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ചെറിയൊരു വേദന മാത്രം ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ അടുത്ത് 2 കുത്തി, ഒന്ന് യൂറിനും ഒന്ന് മോശൻ ടെസ്റ്റ് ചെയ്ത് കുത്തി ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ കാണാത്തവർക്ക് വേണ്ടി ഇൻട്രൊഡക്ഷനാണ് കേട്ടോ. ഇതൊക്കെ കൊടുക്കാതെ ഒന്നും പോകാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അപ്പം എന്താ കാട്ടാൻ എനിക്കറിയില്ല, കിട്ടുമോ നോക്കി നോക്കാം. ലെറ്റ്സ് ട്രൈ. ഞാൻ 2 ഇവിടെ കുത്താനും ഉണ്ട്. ഇത് തീർന്നു, പനിക്കുന്നൊക്കെ പറഞ്ഞു.
സൂചി കുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ കൈയൊന്നും ഇങ്ങനെ എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എക്സസൈസ് ചെയ്യണം കേട്ടോ. അതിൽ ഒരെണ്ണം കുത്തിയത് വലിയ വേദന, പക്ഷെ മറ്റേ ഒന്ന് കുത്തിയത് അത്യാവശ്യം നല്ല വേദന ഉണ്ടാകും കേട്ടോ. അപ്പോൾ സിസ്റ്റർ ചോദിച്ച കാരണമൊക്കെ ഞാൻ പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാറുണ്ട്, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ആ വേദനയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ചെറിയൊരു കോഫി കുടിച്ചിട്ട് ഞാനോട് സമാധാനം. ഞങ്ങൾ ടെസ്റ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ടല്ല എയർപോർട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ ബസ്സിനാണ് പ്രശ്നമാണ് കയറുന്നത്. ഞങ്ങൾ ഫ്ലൈറ്റ് വിട്ടപ്പോൾ ബസ്, മെട്രോ, ഞങ്ങൾ അതൊക്കെയാണ് പിടിച്ചോണ്ടിരിക്കുന്നത്. അത് ഊബർ, റാപ്പിഡോ, ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോണത്. കാരണം ബസ് വേണ്ട ഞങ്ങൾക്ക്, അല്ലേ ഫ്ലൈറ്റ് വേണ്ട. ഇവിടെ 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 ബസ് സ്റ്റോപ്പ്. ഞങ്ങൾ പോട്ടെ ഗൈസ്. ഞങ്ങൾ തിരിച്ചു പോണത് ഇവിടുന്ന് വയറ്റിലേക്ക് ബസ് കയറിയിട്ട് വയറ്റിലേന്ന് മെട്രോ കയറി പോകാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. കാരണം അതായിരുന്നു കുറച്ചും കൂടി സിമ്പിൾ റൂട്ട്. ഞങ്ങൾ കുറച്ച് മുന്നേ വന്നപ്പോൾ കുറച്ച് ടഫ് റൂട്ടാണ് എടുത്തത്. ഞങ്ങൾക്ക് അറിയാത്ത കാരണം കൊണ്ട് നമ്മൾ തെറ്റുകളിൽ നിന്നാണല്ലോ പഠിക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എടപ്പള്ളിയിൽ നിന്നല്ല വയറ്റിലേന്നാണ് കേട്ടോ മെട്രോ കയറി ഞങ്ങൾക്ക് ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. വാക്സിൻ അടിച്ചിട്ട് പണ്ടാറടങ്ങിയ വേന, കൈ പൊക്കാൻ കൂടി പറ്റില്ല, അങ്ങനത്തെ വേദന. പണി പാളി തോന്നുന്നു ഗൈസ്. ഇനി ഉറങ്ങിയിട്ട് പറയും വേണ്ടിയല്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ ആലുവ മെട്രോ ഇറങ്ങി ഞങ്ങൾക്ക് ബസ് തപ്പണം. ബസ്സിന് മുമ്പിൽ തന്നെ ഉണ്ടാവും, അതിൽ കയറി പോയാൽ മതി. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോകാനുള്ളത്. അതിൽ കയറിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വയ്യ. പൈസ ഒക്കെ നിലത്ത് വെച്ച് കാരണം കൈയെടുത്ത് പൊക്കി വെക്കാൻ വയ്യ. അത്രക്ക് നല്ല ഒരു കടച്ചിലുണ്ടായിരുന്നു കേട്ടോ കയ്യിനൊക്കെ. ഗൈസ് എല്ലാം കഴിഞ്ഞ് അവസാനം എയർപോർട്ടിലെത്തി. കൈ അനക്കാൻ വയ്യ, വമ്പ് വേദന. അതിൽ തോളത്താണി ബാഗും ഉണ്ട്. എനിക്ക് കൈ അനക്കാൻ വയ്യ ഗൈസ്. ക്യാൻറ്റീനിൽ എന്തെങ്കിലുമൊക്കെ തിന്നാണ്ടാവുമെന്ന് അറിയില്ല. സമയം കഴിഞ്ഞിരിക്കണം, അതും വേണം പോയി നോക്കുക. എന്തെല്ലാം കഴിക്കണം ഗൈസ്, പോട്ടെ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കൊന്നും നമ്മൾ നമ്മുടെ തീറ്റ മുടക്കരുത്, അതും ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ. ഗൈസ് അങ്ങനെ എയർപോർട്ടിലത്തെ ക്യാൻറ്റീനിൽ ഫുഡും കഴിച്ച് നേരെ വീട്ടിലത്തെ റൂമത്തെ റോഡിൽ കൂടെ നടന്നോട്ട് കിടക്കൊന്നും പറയാൻ നിൽക്കില്ല. ആകെ ഉറക്കം വരും, എന്തൊക്കെയോ മത്ത് പിടിച്ച പോലെ. വാക്സിനല്ലേ കുത്തിയെന്നൊരു ചിന്ത. അപ്പോൾ ഇത് എൻ്റെ യൂണിഫോമാണ് കേട്ടോ, സാരിയാണ് എൻ്റെ യൂണിഫോം. അപ്പോൾ ഞാനത് റെഡി ടു വെയർ ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചു. ജാക്കറ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മേടിച്ചു. ഇതൊക്കെ കൂടി മേടിച്ച് കഴിഞ്ഞ് റൂമിൽ പോവാണ്. റൂമിൽ പോയിട്ട് ഒരൊറ്റക്ക് എടുത്തു, വേറെ ഒന്നുമില്ല. ഈ ടീഷർട്ടൊക്കെ ഇങ്ങനെ ഊരാൻ തന്നെ ഒരു പിടുത്തല്ല. കൈ അത്രയും വേദന, പനി വരുന്നൊക്കെ പറഞ്ഞോ. പാരസെറ്റമോൾ എടുത്ത് കുടിക്കണം. അപ്പോൾ എന്തായാലും റൂമിൽ പോകണം, കിടക്കണം, അത്രേ ഉള്ളൂ ഗൈസ്. ഇനി എൻ്റെ ഒരു റെസ്റ്റിന് ശേഷം കാണാം ഗൈസ്. വയ്യ. അങ്ങനെ ഗൈസ് നല്ലൊരു ഉറക്കം പാസ്സാക്കിയിട്ട് നീട്ടിക്കാണ് ഞാൻ. കൈയൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു, ഇപ്പോഴും വേദന ഉണ്ട്. ചെരിഞ്ഞെടുക്കാനൊന്നും വയ്യാത്ത വേദനയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കൈയൊന്നും എനിക്ക് അനക്കാൻ വയ്യ, ഒരു സാധനം കൊണ്ട് ചെയ്യാൻ വയ്ക്കുന്നില്ല, നല്ല വേദന ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്, അതാണ് നല്ലത്. ഇന്നിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇന്ന് ഫുഡ് കഴിക്കണം, കിടക്കണം, അത്രയേ ഉള്ളൂ. കാരണം നാളെ ഡ്യൂട്ടിക്ക് പോകേണ്ടതാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. Bye.